സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗീതാ ഗോവിന്ദത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പൊ രേഖ നല്ല ടെൻഷനിലാണ് കേട്ടോ. എങ്ങനെയാ ഇത് ഗോവിന്ദനെ അറിയിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പൊ ആരെ അറിയിക്കേണ്ടത്, ഗോവിന്ദനെ ആണോ ഗീതുവിനെ ആണോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട് രേഖയ്ക്ക്. അപ്പൊ രേഖ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പം ആ ഭദ്രന്റെ ബോഡി എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തെടുക്കണം. അത് മാത്രമല്ല ഗീതു ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയെങ്കിലും അറിയിക്കണം. ആ കൊലപാതകി ആരാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ തീരുമാനിച്ച് രേഖ നേരെ തന്നെ നമ്മുടെ ഗോവിന്ദിന്റെ ഫോണിലേക്ക് നമ്മുടെ അൺനോൺ നമ്പറിൽ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഗോവിന്ദ് വേഗം തന്നെ, ഇത് അൺനോൺ നമ്പർ, വീണ്ടും ആ വെൽവിഷർ ആണല്ലോ, ഞാൻ നിങ്ങളുടെ വെൽവിഷറാണ്. അപ്പോൾ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ഭദ്രനെ ഇനി കാത്തു നിൽക്കണ്ട, അയാള് മരിച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പം അയാളുടെ ബോഡി എവിടെന്നെങ്കിലും കിട്ടാനാണ് സാധ്യത. അല്ല, അങ്ങനെ ഒരു ഇനിയിപ്പോ വേറൊരു കത്ത് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ കുടുംബത്തോട് അല്ലെങ്കിൽ ഈ കുടുംബത്തോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. അപ്പൊ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഈ കുടുംബവുമായിട്ട് വളരെ അടുപ്പമുണ്ട് എന്ന് വേണം കരുതാൻ. ഹലോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ രേഖ ഒന്നും പതറിയിട്ടോ ഗോവിന്ദന്റെ ചോദ്യത്തിന് മുന്നിൽ. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഭദ്രൻ കൊല്ലപ്പെട്ടതോ അതോ ഞാൻ ആരാണെന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ ഗോവിന്ദൻ മിണ്ടിയില്ല. നിങ്ങൾ മുമ്പ് തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വെമ്പാലമുക്കിലെ പഴയ കെട്ടിടത്തിൽ അന്വേഷിച്ചപ്പോ അത് മറ്റൊരാളുടെ ബോഡിയാ കിട്ടിയത്. ഇനി ഞാൻ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? കിട്ടിയത് പട്ടിയുടെയും പൂച്ചയുടെയും ശവമൊന്നും അല്ലല്ലോ, എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനെ തന്നെ അല്ലേ അവിടുന്ന് കിട്ടിയത്? എന്താ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ഈ സമയത്താണ് വരുൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കയറി വരുമ്പോ രേഖ സംസാരിക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കാണ് കേട്ടോ. ആരോടാ സംസാരിക്കുന്നതാ? എന്താ നിങ്ങളൊന്നും പറയാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഗീതവും വാതുക്ക വന്നു. വരുണേട്ടാ എന്ന് വിളിച്ചു. കേക്ക്. ഹാ, നീ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതല്ല, ഓ കഴിക്കാനുള്ള കേക്ക് എന്ന് പറഞ്ഞു വരുണിന്റെ നേരെ നീട്ടുക. എനിക്കൊന്നും വേണ്ട, നീ കഴിക്ക്. എനിക്ക് വേണ്ട, രേഖ ചിക്കൻ കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു വാതിലിങ്ങനെ തട്ടിയപ്പത്തേനും വാതിൽ തുറക്കുന്നില്ല കേട്ടോ. അപ്പൊ വാതില് ലോക്ക് ചെയ്തിട്ടാണ് രേഖ അകത്തിരിക്കണത്. വെമ്പാലമുക്കിലെ കെട്ടിടത്തിൽ വെച്ച് തന്നെ ഭദ്രൻ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അടുത്ത വാർത്ത. അനാർക്കലിയാണ് ഭദ്രന്റെ ബോഡി അവള് മറവ് ചെയ്തിരിക്കുന്നത് എന്നും നമ്മുടെ ഗോവിന്ദനോട് രേഖ പറയാണ്. അപ്പൊ ഗീതു രേഖച്ചി വാതില് തുറക്ക എന്ന് പറഞ്ഞുകൊണ്ട് വരുണും ഗീതുവും കൂടി മാറി തട്ടുകയാണ് കേട്ടോ. ഹലോ എന്ന് ഗോവിന്ദ് വിളിച്ചിട്ട് പിന്നെ മിണ്ടാൻ പറ്റിയില്ല. അപ്പൊ വേഗം തന്നെ വാതില് തുറന്നില്ലെങ്കിൽ പണി പാളും. രേഖച്ചി വാതില് തുറക്കാം. എടി രേഖ, നിന്നോടല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് തുറന്നോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. അല്ല വരുണേട്ടൻ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്? അതിനിപ്പോ എന്താ ഇത്ര കുഴപ്പം? രേഖച്ച് വാതിൽ തുറന്നോളും. അവൾ ആരോട് സംസാരിക്കുന്നത് നീയും കേട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഗീതു ഒന്നും മിണ്ടിയില്ല. അപ്പൊ വേഗം തന്നെ രേഖ വാതിൽ തുറന്നു. വേഗം ഫോൺ എടുത്ത് ആദ്യം മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ടാണ് വാതിൽ തുറന്നത്. എന്താടി, നീ ആരോടടി സംസാരിച്ചത് എന്ന് ചോദിച്ചു. ആരാടി അകത്തുള്ളത്? പറയടി. അപ്പൊ വേഗം തന്നെ വരുൺ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ രേഖ ഒന്ന് പതറി കൈവിട്ടു പോയോ എന്നോർത്ത് ഫോണിൽ സംസാരിച്ച വരുണേട്ട എന്ന് പറഞ്ഞു. ഡി, വാതിൽ ലോക്ക് ചെയ്തിട്ട് ഫോണിൽ സംസാരിക്കാൻ മറുതലയ്ക്കൽ ആരടി? പറയടി, സത്യം പറയടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ചീറി എടുക്കുന്ന കണ്ടോണ്ടാണ് ഗോവിന്ദ് വരുന്നത്. ഫോണിൽ ആരെങ്കിലും വിളിക്കുന്നതിന് നിന്റെ പെർമിഷൻ വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഗോവിന്ദ്, എടാ നിന്നോട് ഞാനൊരു കാര്യം വെക്കട്ടെ, ഈ പിള്ളമാർ ആരെയൊക്കെ വിളിക്കുന്നത് നമ്മൾ അറിയണ്ടേ ഏട്ടാ എന്ന് ചോദിച്ചു. അല്ല, അതിന്റെ ആവശ്യം എന്താ? നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇവളുടെ പെർമിഷൻ എടുത്തിട്ടാണോ നീ എല്ലാവരെയും വിളിക്കാറുള്ളത്? പോട്ടെ, അറ്റ്ലീസ്റ്റ് നിന്റെ ആ റീസെന്റ് കോൾ ലിസ്റ്റ് എങ്കിലും ഇവളെ കാണിക്കാൻ നീ തയ്യാറാവൂടാ? ഇല്ലല്ലോ. അപ്പ പിന്നെ നീ എന്തിനാ വെറുതെ അവളുടെ കാര്യത്തിൽ കയറി കിളി ചെയ്യാൻ നിൽക്കുന്നത്? അത് തയ്യാറാവില്ല. പിന്നെ നിന്റെ ഭർത്താവിന്റെ അനുമതിയോട് ഫോൺ ചെയ്യണം. അങ്ങനെ പറയുന്നത് മര്യാദകേടാ. ദേ ഇവിടുത്തെ പെണ്ണുങ്ങൾ മുഴുവൻ അഹങ്കാരികളാകുന്നത് ഏട്ടൻ ഒരാൾ കാരണം എന്ന് പറഞ്ഞോണ്ട് ഒരെണ്ണകത്തേക്ക് കയറി വാതിൽ അങ്ങോട്ടോ അടച്ചു കേട്ടോ. രേഖച്ചി കുറച്ചെങ്കിലും അഹങ്കാരം കാണിച്ച വരുണേട്ടൻ താങ്ങില്ല. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വല്ല എലിവർഷം വാങ്ങിച്ച് ഇയാൾക്ക് കൊടുത്തേനെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടിയില്ല.
ഞാൻ ആരെ വിളിച്ചതെന്ന് ഗോവിന്ദേട്ടന് സംശയം കാണുമോ എന്നായിരുന്നു പിന്നെ രേഖയുടെ സംശയം. ആ, രണ്ടാളും കേക്ക് എടുക്കുക, അതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞു. അപ്പൊ ഗോവിന്ദ്, എനിക്കിപ്പോ വേണ്ട, ഞാൻ താഴെ വന്ന് കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളാം. അച്ഛന്റെ അടുത്ത കത്ത് എവിടുന്നാ വരുന്നതെന്ന് ഓർത്ത് അമ്മയ്ക്ക് ഇപ്പോഴേ ടെൻഷനാ എന്ന് ഗീതു വീണ്ടും പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പൊ വേഗം രേഖയുടെ കയ്യിലേക്ക് കേക്ക് കൊടുത്തു. ദാ കേക്ക് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. ആരാ രേഖച്ചി സംസാരിച്ചത് എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കാണ്. ഞാന് എൻ്റെ ഒരു ഫ്രണ്ടാ ഗീതു എന്ന് പറഞ്ഞു. അല്ല, ചേച്ചിക്ക് എത്ര ഫോൺ ഉണ്ട് എന്ന് ചോദിച്ചു. അതെന്നാ നീ അങ്ങനെ ചോദിച്ചത്? ഒന്ന്. ആ ദേ ആ ഫോൺ ദേണ്ട ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു വേഗം രേഖയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. ഇത് താഴെ ഇരിക്കുമായിരുന്നു. അപ്പൊ തന്നെ രേഖയുടെ പിടി വീണു എന്നുള്ളതാണ് സത്യം കേട്ടോ. രേഖ ആകെ നാണം കേട്ട് ഒന്നും പറയാൻ പറ്റാതെ ചൂളിപ്പോയി എന്നുള്ളത് സത്യം. ദാ കേക്ക് എന്നൂടെ പറഞ്ഞ് ഗീതു കേക്ക് കൂടെ കൊടുത്തിട്ട് ഗീതു അങ്ങ് നടന്നുപോയി. അപ്പൊ രേഖയ്ക്ക് അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. ഫോണിൽ സംസാരിക്കുകയും ചെയ്തു, ഒരു കേൾക്കുകയും ചെയ്തു, ഒരു ഫോണൊന്ന് പറയുകയും ചെയ്തു. ഗീതു കൊണ്ടേ ഫോൺ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ആകെ പെട്ടു. പിന്നെ കാണുന്ന അജാസിനെയാണ്. അജാസ് അവർണിയെ നോക്കി വാതിക്കെ തന്നെ നിപ്പുണ്ട്. അവൾ കിടന്നു എന്ന് ഉറപ്പായ ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദ് അജാസിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഹലോ സർ. സാർ എന്താ സാർ ഈ സമയത്ത് വിളിച്ചത്? അജാസെ, അത് പിന്നെ ഞാൻ റൂമിലുണ്ട് സാർ. എന്താ സാർ വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? സാറിന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഈ രാത്രി തന്നെ ചെയ്യേണ്ടതല്ല, നാളെ പകൽ ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ സാർ? അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് അനാർക്കലി എന്നൊരു സ്ത്രീ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെവിടെയാണെന്ന് താനൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വേഗം അജാസ് ഒന്ന് ഞെട്ടി. കിഷോറിന്റെ ഫോണിലേക്ക് അനാർക്കലി എന്ന് പറഞ്ഞൊരു കോള് വന്നിരുന്നു. ആ ഒരു കാര്യമാണ് വേഗം അജാസ് ഓർത്തെടുത്തത്. ഹലോ അജാസ്, കേൾക്കുന്നുണ്ടോ? ഓ സാർ കേൾക്കുന്നുണ്ട്. സാർ, അനാർക്കലി എവിടെയുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാം സാർ. അന്വേഷിച്ചാൽ മാത്രം പോരാ, മറ്റാരും അറിയാതെ, അവരെ ഗീത് പോലും അറിയാതെ എനിക്ക് അനാർക്കലിയെ നേരിട്ട് കാണുകയും ചെയ്യണം, നാളെ തന്നെ. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ആ സ്ത്രീ പോലും അറിയാൻ വേണ്ട. അപ്രതീക്ഷിതമായിട്ട് മുന്നിലെത്തുമോ, അവരുടെ മുഖത്ത് എന്താ ഭാവം എന്ന് എനിക്കൊന്ന് കാണണം. മനസ്സിലായി സാർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അനാർക്കലിയെ സ്കെച്ച് ചെയ്തിട്ട് സാറിനെ വിളിക്കാം. ശരി എന്ന് പറഞ്ഞു ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേനും ആ ഗജാസന് ഒരു കൺഫ്യൂഷൻ. അനാർക്കലി ആരായിരിക്കും? അനാർക്കലി ആ സ്ത്രീയും ഗോവിന്ദ് സാറും കിഷോറും എല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികളാകുന്നത് എങ്ങനെയാ? ഒരു പിടുത്തവും കിട്ടണില്ലല്ലോ. അപ്പൊ അജാസ് ഇങ്ങനെ അത് കുറച്ചേരം ആലോചിച്ചു. എന്നിട്ട് ഭാഗ്യം, എന്താണെങ്കിലും അവർണിക കിടന്നു. ഇനിയിപ്പം അവളുടെ അച്ഛൻ വന്നതുകൊണ്ട് എന്താണെങ്കിലും ഇനി ആത്മഹത്യ ഒന്നും ചെയ്യില്ല. ആ കുട്ടി സമാധാനമായിട്ട് ഒന്ന് നോർമലായി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അജാസ് വണ്ടി എടുത്ത് വേഗം തന്നെ അവർണികയുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഗോവിന്ദൻ നല്ല ടെൻഷനിലാണ്. അപ്പോഴാണ് ഗീതു കയറി വരുന്നത്. ഹലോ, എന്താ ആള് നല്ല ടെൻഷനാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഒന്നുമില്ല. അതല്ല, എന്നെ മറയ്ക്കാനൊന്നും ശ്രമിക്കണ്ട. എന്താ അച്ഛന്റെ കാര്യത്തില് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല ഗീതു. പിന്നെന്താ? പിന്നെ രഞ്ജുവിനെ ഓർത്താണോ ടെൻഷൻ? അതുമല്ല, ഞാൻ ധ്യാനെ വിളിച്ചിരുന്നു. അവര് രണ്ടുപേരുടെ ഫാമിലി പ്ലാനിങ്ങിന് അവർ രണ്ടുപേരും ഡോക്ടറെ പോയി കണ്ടിരുന്നു. അതുകൊണ്ട് തൽക്കാലം അത് ഓർത്ത് ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇപ്പോഴത്തെ ടെൻഷന്റെ കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ. പറയേ. കിഷോറിന്റെ മരണത്തെക്കുറിച്ച് അജാസിക്ക പറഞ്ഞതിൽ കണ്ണേട്ടന് വിശ്വാസക്കുറവുണ്ടല്ലേ? ഇല്ല, അജാസിനെ എനിക്ക് വിശ്വാസം തന്നെയാണ് ഗീതു, ഒരു വിശ്വാസക്കുറവില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചത്? യുടെ പെരുമാറ്റത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇക്ക അവർണികയെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. മർഡർ ചെയ്തത് അവർണിക അല്ലെന്നും അവളെ നമ്മളെ ഒക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതാണല്ലോ സത്യം. അജാസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഓടി കണ്ടില്ലല്ലോ ഗീതു. അപ്പൊ കണ്ണേട്ടൻ ഈ പറഞ്ഞതിനർത്ഥം ഇക്ക പറഞ്ഞ കഥ ഒരു സംശയം പോലും തോന്നാത്ത വിധത്തിൽ കണ്ണേട്ടനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് നടന്നതിനെ കുറിച്ച് അവർണികയും അജാസിക്കയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ നമുക്കറിയാവൂ. സത്യാവസ്ഥ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഗണേട്ടാ എന്ന് ചോദിച്ചു. അതും ശരിയാ. അപ്പൊ കണ്ണന് ഒരു സംശയമുണ്ട്. അജാസിനെ സംശയിക്കൊന്നും വേണ്ട. അജാസ് ആണ് അത് ചെയ്തതെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രോപ്പർട്ടിയില് കിഷോറിന്റെ ബോഡി മറവ് ചെയ്തില്ല. നമ്മളോട് അങ്ങേയറ്റം കൂറുള്ളവനാണ് അജാസ്. ഇക്ക സിൻസിയർ ആണെന്ന് എനിക്കും അറിയാം. പക്ഷേ എങ്കില് തൽക്കാലം നീ അത് വിട്ടുകളന്റെ ഗീതോ. കൊന്നതാരായാലും കിഷോർ ചാകേണ്ടവൻ തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അപ്പൊ ഗീതു പോയിട്ട്, അതെ
പിന്നെ പ്രതിയെ തെരഞ്ഞ പോലീസ് അങ്ങ് ഗോവയിലേക്ക് എത്തിയിരിക്കാം. അവർക്ക് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാ പറയണത്. അയാൾ എന്താണെങ്കിലും ഉടനെ തന്നെ പിടിയിലാവും എന്ന് പറഞ്ഞു ഗോവിന്ദ്. ആ, എനിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താവും എന്റെ ടെൻഷൻ എന്നാവും നിന്റെ ടെൻഷൻ അല്ലേ? ആ, അല്ല, ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വേറെ ടെൻഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് ടെൻഷൻ കണ്ടുപിടിച്ചതാ അല്ലേ? ഇപ്പൊ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ ഗീതു ഗോവിന്ദനെ പോയി ഇക്കിലേക്ക് കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ രണ്ടുപേരുടെ കടലിലേക്ക് കിടക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വിജയലക്ഷ്മിനെയാണ്. വിജയലക്ഷ്മി പതുക്കെ നമ്മുടെ രഞ്ജുവിന്റെ റൂമിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ടാബ്ലറ്റിന്റെ പാത്രം നോക്കുമ്പോൾ അയ്യോ എന്റെ ദൈവമേ, ഇത് പ്രഗ്നന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കണ്ടു വാങ്ങിച്ച ഗുളികയല്ലേ ഇത്? ഒരെണ്ണം പോലും അവൾ എടുത്തിട്ടില്ലല്ലോ എന്റെ ഈശ്വര. അപ്പോഴേക്ക് വിജയലക്ഷ്മിക്ക് ആകെ ദേഷ്യം വന്നു. എന്താ എൻ്റെ കുട്ടി കാണിക്കുന്നതാവോ, എന്തൊക്കെയാ ഈ ചെയ്യാൻ പോണത്? അപ്പൊ വേഗം തന്നെ ധ്യാനിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ധ്യാനിന്റെ അടുത്ത് എന്നിട്ട് എന്താ അമ്മേ, ഇത് നിങ്ങള് ഗൈനക്കോളജി ഡോക്ടറെ കണ്ട ആ മരുന്നല്ലേ ഇത് എന്ന് ചോദിച്ചു ധ്യാനിനോട്. അല്ല, മനസ്സിലായി ആന്റി എന്ന് പറഞ്ഞു. നിനക്ക് മനസ്സിലായിട്ട് എന്താടാ കാര്യം? ശിവ ഇതിൽ നിന്ന് ഒരെണ്ണം തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയാൽ ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതോ ശിവയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞു വേണമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടോ? നോ ആന്റി, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലുത് അവളുടെ ജീവൻ തന്നെയാ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് ശ്രദ്ധിക്കാത്തത് എന്റെ തെറ്റ് തന്നെയാ. ഇനി ഞാൻ മെഡിസിൻ മുടങ്ങാതെ തന്നെ കഴിപ്പിച്ചോളാം ആന്റി എന്ന് പറഞ്ഞു. ശരി, പിന്നെ നീ ഇത് ചുമ്മാ പറഞ്ഞാ പോരാ, അവള് കഴിപ്പിക്കുന്നുണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണം. ഇക്കാര്യത്തിൽ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ലാന്നേ. അതുകൊണ്ടാ ഞാന് കുട്ടിക്കാലത്ത് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഗുളിക അവക്ക് കൊടുത്താൽ അവക്ക് വായിക്ക് തിരിക്കിടും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ. എന്റെ മുന്നിൽ വായിക്കാത്തിട്ടിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവള് തുപ്പിക്കളയും. മഹാകള്ളി അവള്. അവളുടെ കള്ളത്തരമൊന്നും എന്റെ അടുത്ത് നടക്കില്ല ആന്റി. ഇനി ഇക്കാര്യത്തില് എനിക്കൊരു വീഴ്ച പറ്റില്ല ആന്റി, ഉറപ്പ് എന്ന് പറഞ്ഞു. ശരി ശരി, നീ ശ്രദ്ധിക്കണം, അറിയാലോ എന്ന് പറഞ്ഞ ധ്യാനിന്റെ കയ്യിലേക്ക് ടാബ്ലറ്റ് കൊടുത്തു. എന്നിട്ട് വേഗം തന്നെ എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെ സഹിക്കണം. അപ്പൊ ഫോണിലേക്ക് ആരെയോ വിളിച്ചിട്ട് എടോ താൻ വീട്ടിലേക്ക് വേഗം വന്നേ, തന്നെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു കേട്ടോ. അപ്പൊ എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ കാണുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ് എവിടെയോ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാ ജാസ് വിളിച്ചത്. എന്താ യജാസ് എന്ന് ചോദിച്ചു. സർ, അനാർക്കലി ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലവും ഇന്ന് പോകുന്ന റൂട്ടും കണ്ടുവച്ചിട്ടുണ്ട് സർ. ഓക്കെ ശരി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു ഷോക്ക് ആവണം. നീ എന്റെ മുഖം മനസ്സിലായല്ലോ, എപ്പോ എവിടെ വെച്ച് എങ്ങനെ കാണാം അജാസ് എന്ന് ചോദിച്ചു. അപ്പൊ അജാസ് പറഞ്ഞതിന്റെ പ്ലാൻ അനുസരിച്ച് ശരി, എന്നാല് ഒരു കാര്യം ചെയ്യാം, താൻ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് രണ്ടാൾ കൂടെ ഒരുമിച്ച് പോവാം. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അജാസ്. അപ്പം അനാർക്കലി ഇതാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അജാസ് വണ്ടി കൊണ്ടുപോയി എന്താ പറയാ വട്ടം വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പൊ അനാർക്കലിയുടെ വണ്ടി നിർത്തി. അപ്പൊ ചാടി ഇറങ്ങി അനാർക്കലി ഇറങ്ങിയപ്പോഴത്തേനും ഗോവിന്ദനെയാ കാണുന്നത്. ഞെട്ടിത്തരിച്ചു പോയി. പണ്ട് തന്റെ മുന്നിൽ വന്നിരുന്ന ആ പൊടിമീശക്കാരന്റെ മുഖമാണ് വേഗം അനാർക്കലിയുടെ മുന്നിലേക്ക് ഓടിയെത്തിയത് കേട്ടോ. അപ്പൊ നമ്മുടെ ഗോവിന്ദ അനാർക്കലിയുടെ മുന്നിലേക്ക് എത്തി. എന്താ എന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നേർക്കുനേർ മീറ്റ്സ് ഗോവിന്ദ്. അത് തെറ്റിപ്പോയി. AGM അറക്കൽ ഗോവിന്ദ് മാധവ് വേഴ്സസ് അനാർക്കലി എന്ന് വേണം പറയാനായിട്ട് എന്ന് പറഞ്ഞു. ഓ ശരിയാ, യെസ് ഐ നോ എന്ന് പറഞ്ഞു. അന്നത്തെ പൊടിമേശക്കാരനും ഊഷാൻ താടിക്കാരനുമായ ആ കൗമാരക്കാരനിൽ നിന്ന് നീ ഒരുപാട് അങ്ങ് വളർന്നിരിക്കുന്നു ഗോവിന്ദ് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ചതിയും കുടിലതയും മാത്രം നിറച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ മുഖം ഞാൻ കാണാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. നിങ്ങള് എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിയതാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിരിച്ചു കേട്ടോ ഇവളിങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പോഴത്തേനും അനാർക്കലിയുടെ ഈ പുതിയ ജന്മത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നവരെയെല്ലാം മുൻപിൽ വരുത്തുന്നതാണ് എൻ്റെ ഒരു രീതി. ഓ, നിങ്ങളുടെ വാചകോടി കേൾക്കാനൊന്നും അല്ല വന്നത്. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചോദിക്കാം. ഫദറിന്റെ ബോഡി നിങ്ങൾ എവിടെയാ മറവ് ചെയ്തത് എന്നായിരുന്നു ചോദ്യം. ഞെട്ടിപ്പോയി കേട്ടോ. ശരിക്കും അനാർക്കലി ഒന്ന് ഭയന്ന് കണ്ണൊക്കെ തള്ളിപ്പോയി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.